അതൊരു സ്വപ്നമായിരുന്നു. സ്വപ്നത്തിൽ തന്നെ എന്തൊരു സുഖമായിരുന്നു. ശരിക്കും നടക്കുകയാണെങ്കിൽ എന്ത് സൂപ്പറായിരിക്കും. ഡാ ഡാ എഴുന്നേക്കടാ. ദാ ചായ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, കുടിക്ക്. അതിരിക്കട്ടെ, നീ നമ്മുടെ സാറിന് ചായ കൊണ്ടേ കൊടുത്തല്ലേ? ഞാൻ കൊടുത്തോളാം, ആദ്യം നീ ചായ കുടിക്ക്. എടി, ആദ്യം സാറിന് ചായ ഇട്ട് കൊടുക്കുക. ചെല്ല്. ശരി. സർ, സർ, ചായ കൊണ്ടുവന്നിട്ടുണ്ട്. സർ, രാവിലെ കഴിക്കാൻ എന്താ ഉണ്ടാക്കേണ്ടത്? നീ ഒന്നും ഉണ്ടാക്കണ്ട. ഇന്ന് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം. ശരി സർ. കൗശിക്, കൗശിക്. സർ, നീ പോയിട്ട് നമുക്ക് മൂന്നർക്കും കഴിക്കാൻ വാങ്ങിച്ചിട്ടോ. ശരി സർ. ശരി, പെട്ടെന്ന് വാ. സർ, സാറില്ല സാറില്ല, ഇരുന്നു. നിനക്കെങ്ങനെയാ അവനെ ഇഷ്ടപ്പെട്ടത്? അവൻ എൻ്റെ അടുത്ത് ജോലി ചെയ്യുന്ന ഒരു സാധാരണ ഡ്രൈവറാ. നിന്നെ പോലൊരു സുന്ദരിയായ പെണ്ണ് എങ്ങനെയാണ് അവൻ്റെ അടുത്ത് പോയി പെട്ടത്? അവൻ്റെ സമ്പാദ്യം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? പകുതി ശമ്പളം വാടകയ്ക്ക് തന്നെ പോകും. മിച്ചം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നിനക്കിതിൻ്റെ ആവശ്യമുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ ഈ സൗന്ദര്യത്തില് മയങ്ങാത്ത ആരെങ്കിലും ഉണ്ടാവൂ? കോടീശ്വരന്മാർ പോലും ക്യൂ ആയിട്ട് നിൽക്കും. അങ്ങനെയുള്ള ആരെങ്കിലും കല്യാണം കഴിച്ചിട്ട് നിന്റെ ജീവിതം സെറ്റിലാകാനുള്ള വഴി നോക്ക്. ഇവനെ നിനക്ക് വേണ്ട. നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാനിത് പറയുന്നത്. നന്നായിട്ട് ആലോചിച്ച് നോക്ക്. നിന്നെ കണ്ടപ്പോഴേ പറയണമെന്ന് ആഗ്രഹിച്ചതാ. ചിലപ്പോൾ നീ എന്നെ തെറ്റിദ്ധരിച്ചേക്കുമോ എന്ന് പേടിച്ച് പറയാഞ്ഞതാ. സർ, നിങ്ങൾ എന്തൊക്കെയാ സർ ഈ പറയുന്നത്? നിന്റെ ജീവിതം നന്നായിരിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനിതൊക്കെ പറഞ്ഞത്. നന്നായിട്ട് ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കുക. സർ, സാറില്ല, അവിടെ ഇരുന്നു. നിന്നോടൊരു കാര്യം പറയട്ടെ. എന്താ സർ കാര്യം? ആ കൗശിക്കുണ്ടല്ലോ, ഒരു വേസ്റ്റ് ഫെലോയാ. അന്ന് ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കിയോ? അവൻ എൻ്റെ അടുത്ത് വെറും 20,000 രൂപ ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത്. ആ ശമ്പളം കൊണ്ട് നിങ്ങൾക്ക് ഈ സിറ്റി ജീവിക്കാൻ കഴിയുമോ? അവൻ്റെ കൂടെ കൂടി ഇങ്ങനെ കഷ്ടപ്പെടാനായിട്ട് നിനക്കുള്ള പ്രാന്ത് കൊണ്ടോ? അവൻ്റെ കൂടെ ജീവിക്കാനാണ് ഭാവമെങ്കിൽ ഭക്ഷണത്തിന് പോലും തെണ്ടേണ്ടി വരും.
നീ നല്ല പഠിപ്പുള്ള പെണ്ണാ. നിന്നോട് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും തീക്കകത്തെടുത്ത് ചാടാറില്ലല്ലോ. നിന്റെ യോഗ്യതയ്ക്ക് ഇവൻ നിന്റെ കാൽച്ചോട്ടി കിടക്കേണ്ട ആളാ. ഞാൻ പറയുന്നേക്ക്, നിന്നെ ഞാൻ തന്നെ കല്യാണം കഴിച്ചോളാം. എനിക്ക് സ്വന്തക്കാരായിട്ട് ആരുമില്ല. നീ എന്നെ കല്യാണം കഴിച്ചാൽ നിന്നെ ഞാനൊരു മഹാറാണിയെ പോലെ വാഴിക്കും. സർ, എന്ത് പറ്റി? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നത്. നിന്റെ ജീവിതം നീ എടുക്കുന്ന തീരുമാനം പോലിരിക്കും. നല്ലപോലെ ആലോചിച്ച് എന്നോടൊരു നല്ല തീരുമാനം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ദയവേദി ചതിക്കരുത്. നിന്റെ തീരുമാനത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. ആലോചിച്ച് തീരുമാനിക്കും. കൗസല്യ, കൗസല്യ, പറയൂ സർ. ഇങ്ങോട്ട് വാ. ഇവിടെ വന്നിരിക്കേ. ദേ നോക്ക്, ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എന്ത് തീരുമാനിച്ചു? എൻ്റെ അടുത്ത് കാറുണ്ട്, ഈ ബംഗ്ലാവുണ്ട്. ഈ ബംഗ്ലാവ് മാത്രമല്ല, സിറ്റിയിൽ വേറെ 2 ബംഗ്ലാവുണ്ട്. വലിയൊരു കമ്പനി എനിക്കുണ്ട്. കമ്പനിയിൽ നിന്ന് മാസാമാസം കോടിക്കണക്കിന് വരുമാനം വരുന്നുണ്ട്. നീ എന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇതിനെല്ലാറ്റിനും നീ ഒരു ഓണറായി മാറും. അവനെ കല്യാണം കഴിച്ച് നിനക്ക് എന്താ കിട്ടാൻ പോകുന്നേ? നിന്റെ ജീവിതം നശിച്ചു പോവുകയുള്ളൂ. നടു റോഡ് നിൽക്കേണ്ടി വരും. ഇപ്പോഴെങ്കിലും നന്നായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കുക. എന്താ, ഓക്കെ ആണോ? ശരി സർ, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ സമ്മതോ? താങ്ക് യു. ഇന്നത്തെ ദിവസം മുതൽ നീ സാധാരണ കൗസല്യ അല്ല, മഹാറാണി കൗസല്യ. ഹായ് മുത്തേ. കൗശിക്, ആ? എന്നെ കൊണ്ട് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല. നമുക്ക് രണ്ടുപേർക്കും വേർപിരിയാം. എടി, നിനക്ക് കളിക്കാനേ വേറെ കാര്യമൊന്നും കിട്ടിയില്ലേ? കൗശിക്, ഞാൻ തമാശ പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞോണ്ടിരിക്കുക. എടി, എനിക്കത് പെട്ടെന്ന് എന്താ പറ്റിയത്? ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ. നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. എടി, നീ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് വ്യക്തമായി പറയോ? കൗശിക്, നിന്നോട് എത്ര തവണ പറയണം? എടി, നമ്മൾ രണ്ടുപേരും 3 കൊല്ലമായിട്ട് സിൻസിയറായിട്ട് പ്രണയത്തിലല്ലേ? നിന്റെ അച്ഛനും അമ്മയും വേണ്ടെന്ന് എന്നെ വിശ്വസിച്ച് വീട് വിട്ട് പുറത്തു വന്നില്ലേ? നീ ഇപ്പം എന്താന്ന് വെച്ചാൽ യാതൊരു ബന്ധമില്ലാതാണ് സംസാരിക്കുന്നത്. കൗശിക്, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല. എന്നെ വിട്ടേക്ക്. ശരി, നീ എന്നെ കല്യാണം കഴിക്കണ്ട. പക്ഷേ നീ എന്നെ എന്തുകൊണ്ടാണ് വേണ്ടെന്ന് പറയുന്നത്? അതിനുള്ള റീസൺ പറയേ. ഞാൻ അങ്ങനെ എന്ത് തെറ്റാണ് ചെയ്തത്? എത്ര തവണ പറയണം ഞാൻ? കാരണം ഒന്നും എന്നോട് ചോദിക്കണ്ട. എടി, നീ എന്തൊക്കെയാ ഈ പിച്ചും പേയും പറയുന്നത്? നമ്മൾ രണ്ടുപേരും 3 കൊല്ലമായിട്ട് പ്രണയത്തിലല്ലേ? കൗശിക്, ഈ പെണ്ണ് നിന്നെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? മര്യാദയ്ക്കുള്ള വിട്ടേക്ക്. സാർ, സാർ എന്താ സാർ ഇത്? നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്യുവാണല്ലോ. സാർ, ഞാനും അവളും ആത്മാർത്ഥമായിട്ട് പ്രണയത്തിലാണ് സാർ. സാർ, നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല സാർ. നിങ്ങൾ ഞങ്ങളെ കെട്ടിച്ചേരുന്നാണ് ഞാൻ എത്ര ദിവസം വിശ്വസിച്ചിരുന്നത്. പക്ഷെ നിങ്ങളിങ്ങനെ സംസാരിക്കാൻ പാടില്ല സാർ. അവൾക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെന്ത് ചെയ്യാനാ? ശരി സാർ, അവളുടെ ഇഷ്ടം പോലെ തന്നെ ഞാൻ അവളെ വിട്ടേക്കാം. പക്ഷെ അവളെ എന്നെ വേണ്ടെന്ന് പറയാൻ
ഒരു കാരണം പറയാൻ പറയൂ സാർ. കൗശിക്, ഞാൻ നിന്റെ ഓണറെ കല്യാണം കഴിക്കാൻ പോവാ. അതെ, സാർ, ഞാൻ നിങ്ങളെ ഒരുപാട് വിശ്വസിച്ചു സാർ. സാർ, എനിക്ക് ഇവിടെ നിന്നൊക്കെ ജീവനാണ് സാർ. നിങ്ങൾ അവളോട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റിക്കളഞ്ഞു സാർ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ സാർ? ഉം. ഉം. ഇതിന് ചതി എന്നാണ് സാർ പറയുക. ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ആദ്യം നീ പോന്നൊക്കെ. ഞാൻ എൻ്റെ മനസ്സിൻ്റെ വിഷമത്തിൽ പറയാണ് സാർ. നിങ്ങൾ രണ്ടുപേരും നന്നായി വരട്ടെ, നന്നായി വരട്ടെ. നിങ്ങൾ രണ്ടുപേരും നന്നായി വരണം. അവനൊരു പൊട്ടനായി പോയി. അതങ്ങ് മറന്നേക്കേ. നമ്മുടെ ജീവിതം ഇന്നു മുതൽ തുടങ്ങുക. ഉം.